മൂവാറ്റുപുഴയിൽ നിരവധി പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇന്നലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. നായ ഇന്നലെ ചത്തു. കുട്ടികളടക്കം 8 പേരെയാണ് നായ കടിച്ചത്. മൂവാറ്റുപുഴ നഗരപരിധിയിലെ മുഴുവൻ നായകൾക്കും നാളെ മുതൽ വാക്സിനേഷൻ നൽകി തുടങ്ങും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായുണ്ട്. പ്രദീപ്, അന്നേ ദിവസം ഈ നായ ഇങ്ങനെ ഒരുപാട് പേരെ രാവിലെ മുതലുള്ള ആളുകളെ കടിക്കുകയും പിന്നീട് ഇതൊരു തെരുവ് നായയല്ല, വീട്ടിലെ തന്നെ നായയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ 3, 4, 5, 8 ഡിവിഷനുകളിൽ തെരുവുനായ ഏതാണ്ട് 8 വരെ കടിച്ചത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത്. കൂടാതെ വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിരുന്നു. ഇത് തെരുവുനായയാണോ അതോ വളർത്തുനായയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്നായിരുന്നാലും വ്യാപകമായി ആളുകളെയും മൃഗങ്ങളെയും ഈ നായ കടിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് എത്തിയ സംഘം ഈ തെരുവുനായയെ പിടികൂടി കൂട്ടിലടച്ചിരുന്നു. ഇതിനെ നിരീക്ഷണ വിധേയമാക്കി വരികയായിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാവിലെ നായ ചത്തത്. തുടർന്ന് തൃശൂർ വെറ്റിനറി കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തി പോസ്റ്റ്മോർട്ടം നടത്തി. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കടിയേറ്റ ആളുകൾക്ക് ഇതിനോടകം തന്നെ 2 ഡോസ് കുത്തിവയ്പ് നൽകിയിരുന്നു. അടുത്ത 2 ഡോസ് കുത്തിവയ്പ്പുകൾ കൂടി അടുത്ത ദിവസങ്ങളിലായി നൽകുകയും ചെയ്യും. കടിയേറ്റ മൃഗങ്ങൾക്ക് ഉൾപ്പെടെ കുത്തിവയ്പ് നൽകാനാണ് നഗരസഭയുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി നാളെ രാവിലെ 6 മണി മുതൽ മൂവാറ്റുപുഴ നഗരസഭയിലെ 3, 4, 5, 8 ഡിവിഷനുകളിൽ തെരുവ് നായകളെ പിടികൂടി അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകും. കൂടാതെ കടിയേറ്റ മറ്റ് ജീവജാലങ്ങൾക്കും കുത്തിവയ്പ് നൽകും. ഇതുകൂടാതെ ഈ വാർഡുകളിലെ തെരുവ് നായകളെ എല്ലാം തന്നെ പിടികൂടി പ്രത്യേക സെല്ലിൽ അടച്ച് അവയെ നിരീക്ഷണ വിധേയമാക്കുകയും ചെയ്യും. അതേസമയം ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി കടിയേറ്റ ആളുകളുടെ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരസഭയുടെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം ഉണ്ട്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റിരിക്കുന്നത്. 2 ഡോസ് കുത്തിവയ്പ് അവർക്ക് നൽകാനായി എന്നതാണ് നിലവിലുള്ള ആശ്വാസം എന്ന് പറയുന്നത്. നാളെ മുതൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളും ഒപ്പം തെരുവ് നായയെ പിടികൂടുന്നതിനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങാനാണ് നഗരസഭയുടെ തീരുമാനം. അതേസമയം ഇത് വളർത്തുനായയാണോ തെരുവ് നായയാണോ എന്നുള്ളതിനെക്കുറിച്ച് നഗരസഭ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. പ്രദീപ്, ഇത് മനുഷ്യന്മാരെ മാത്രമായിരുന്നില്ല ഈ നായ, വളർത്തുമൃഗങ്ങളെയൊക്കെയും കടിച്ചിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുള്ള മറ്റു മൃഗങ്ങളിലേക്കും പേ പടരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പാണെങ്കിലും അവിടെ തദ്ദേശ സ്വയം വകുപ്പാണെങ്കിലും ഒക്കെ ഏത് തരത്തിലാണ് നടപടികളൊക്കെ സ്വീകരിക്കുന്നത്? ഏതാനും ജീവജാലങ്ങൾക്ക് ഈ നായയുടെ കടിയേറ്റു എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ ജീവജാലങ്ങളുടെ കാര്യത്തിലായതുകൊണ്ട് ഏതൊക്കെ ജീവജാലങ്ങൾക്ക് കടിയേറ്റു എന്നത് വ്യക്തമല്ല താനും. എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ 3, 4, 5 ഡിവിഷനുകളിൽ ഈ 4 ഡിവിഷനുകളിൽപ്പെട്ട ആളുകൾക്കാണ് നായയുടെ കടിയേറ്റത്. അതേ ഡിവിഷനുകളിലെ വളർത്തുമൃഗങ്ങൾക്ക് ഉൾപ്പെടെ പ്രതിരോധ കുത്തിവയ്പ് നൽകാനാണ് നഗരസഭ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ നായയ്ക്ക് പേവിഷബാധയുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. അതിനെ തുടർന്ന് നഗരസഭ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ കൗൺസിൽ യോഗത്തിലാണ് നാളെ രാവിലെ 6 മണി മുതൽ ഈ 4 ഡിവിഷനുകളിലെയും തെരുവ് നായകൾക്ക് കുത്തിവയ്പ് നൽകാനും തെരുവ് നായകളെല്ലാം പിടിച്ച് പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി അവയെ നിരീക്ഷിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഈ 4 ഡിവിഷനുകളിലെ മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി തങ്ങളുടെ ജീവജാലങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില ആളുകൾ കൂടി നഗരസഭ അധികൃതരെ സമീപിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയും പ്രത്യേകം നിരീക്ഷിക്കാനാണ് തീരുമാനം. ശരി.